السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضوان الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. كيف الرحيل إلى زاد إلى وطني لا ينفع المرء فيه غير تقواه من لم يكن زاده التقوى فليس له يوم القيامة عذر عتل مولاه. സർവാദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അനീതികളും അരാജകത്വങ്ങളും ലോകം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തും നമ്മുടെ വിരൽത്തുമ്പുകളിൽ കിട്ടുന്ന സാഹചര്യം നമുക്കുള്ളപ്പോൾ തഖ്വയോടുകൂടി എങ്ങനെ ജീവിക്കാം എന്നതാണ് എല്ലാവരുടെയും ചിന്തയിലുണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വ ചെയ്ത് ജീവിക്കണം, നിങ്ങൾ മുസ്ലിമായി മരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലൂടെ നമ്മളെ ഉണർത്തുകയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, യാ അലി റളിയല്ലാഹു അൻഹുവേ, എങ്ങനെയാണ് തഖ്വയോടുകൂടി ജീവിക്കുന്നത് എന്ന് വന്ന് ചോദിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്, അൽ ഖൗഫു മിനൽ ജലീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്ന് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ തഖ്വയെ പറ്റി പല സമയത്തും നമ്മളോട് ഉണർത്തി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്വ ചെയ്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഓ തങ്ങളെ, എനിക്ക് ഇന്ന തെറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. ഒരു തെറ്റായ കാര്യത്തിന് സമ്മതം ചോദിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് എന്താണെന്നറിയുമോ? അല്ലാഹു കാണാത്ത സ്ഥലം നിനക്കുണ്ടോ? നീ അവിടെ പോയി തെറ്റ് ചെയ്തോ? അല്ലാഹു നൽകാത്ത ഭക്ഷണം നിനക്കുണ്ടോ? നീ ആ ഭക്ഷണം കഴിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാത്ത രൂപത്തിലാണെങ്കിൽ നീ ചെയ്തോ മോനെ. ആ വ്യക്തിക്കപ്പോൾ മനസ്സിലാവുകയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നതിന്റെ പൊരുൾ എന്താണെന്നറിയുമോ? ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാത്ത ഒരു സ്ഥലവുമില്ല. ഓരോ മൂലകളിൽ പോയി നിന്ന് ഫോണിൽ തോണ്ടുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇവിടെ ആര് കാണുന്നില്ലെങ്കിലും, ഉസ്താദുമാര് കാണുന്നില്ലെങ്കിലും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്.
كيف الرحيل إلى زاد إلى وطني لا ينفع المرء فيه غير تقواه من لم يكن زاده التقوى فليس له يوم القيامة عذر عند مولاه. തഖ്വ മാത്രം ഉപകരിക്കുന്ന സ്ഥലത്തേക്കാണ് നാം പോകാനുള്ളത്. അവിടെ തെറ്റുകൊണ്ട് ചെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചോദ്യം ചെയ്യും. മോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്വ ചെയ്ത് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ട് ഫർളുകൾ മാത്രം എടുക്കുക. അതാണ് ഒന്നാമത്തെ തഖ്വയുടെ രൂപം. രണ്ടാമത്തെ തഖ്വയുടെ രൂപം ദുനിയാവ് വെടിയലാണ്. ദുനിയാവിലുള്ള സുഖങ്ങളെ വെടിയലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫർള് അതേ സമയം ചെയ്ത് നിസ്കരിക്കും. നിസ്കാരങ്ങൾ പോലെയുള്ള കർമ്മങ്ങൾ അതേ സമയം ചെയ്യുമ്പോഴാണ് നാം ഒരു അല്ലാഹുവിനോട് തഖ്വ ചെയ്യുന്നവരായി മാറുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ കാണുന്നു, ട്രാക്കിൽ നിന്നും വലിയ പാമ്പിങ്ങനെ വീഴുകയാണ്. എല്ലാ മഅ്മൂമീങ്ങളും ഓടിപ്പോയി. ആ സമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞിട്ട് പോലുമില്ല, അത് കണ്ടിട്ട് പോലുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിയുന്ന സമയത്താണ് ആ വിഷയം അറിയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, തഖ്വ എന്നത് എങ്ങനെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുന്ന സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈസത്തി തഖ്വാ ഖിയാമുൽ ലൈൽ വസിയാമുൻ നഹാർ. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനെയല്ല തഖ്വ എന്ന് പറയുന്നത്, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നതിനെയല്ല തഖ്വ എന്ന് പറയുന്നത്. എന്നാൽ തഖ്വ എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യലാണ്, ഹറാമ് വെടിയലാണ്. ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാത്ത സ്ഥലമില്ല എന്ന ഉറപ്പോടുകൂടി തന്നെ ബാക്കിയുള്ളവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾ എത്രയാണ്. സോഷ്യൽ മീഡിയകളെ ഉപകാരപ്പെടുത്തുന്നതിന് പകരം ഉപദ്രവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലുള്ള അനാവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഓരോ അനാവശ്യങ്ങളെയും പിന്തുടരുന്ന അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം നന്നാക്കുമാറാവട്ടെ. बिगदा जाता है ख्याल मेरा आका आका संवार आका. എൻ്റെ എല്ലാ കളികളും താളം തെറ്റിപ്പോവുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാഹ് എന്ന് നിന്റെ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് വേണം. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നിങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ആവശ്യമാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണേ റഹ്മാനേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.